വള്ളംകളിക്ക് കുട്ടനാട് താലൂക്കിൽ അവധി നൽകുന്നതിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി വിവാദത്തിൽ. സതീശൻ മറുപടി നൽകുന്നതിന്റെ വീഡിയോ LDF MLA മാർ FBയിൽ പോസ്റ്റ് ചെയ്തു. അവധിക്കാര്യം പരിഗണിക്കുമെന്നാണ് മറുപടി നൽകിയത്. ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പിന്നീട് പതുങ്ങി പറഞ്ഞെന്നാണ് ആരോപണം. ഒരു മിനിറ്റ്, എനിക്ക് ചില വാർത്താ വായനകളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഉണ്ടായിട്ടും പറഞ്ഞെന്നാണ് ആരോപണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവരെന്തുകൊണ്ടാണ് ഇതിനൊക്കെ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾക്ക് പച്ച വെളിച്ചം പോലെ കൃത്യമായിട്ട് നമ്മളെല്ലാവരും കേട്ടതാണ്. ബഹുമാനപ്പെട്ട VD സതീശൻ മേനോൻ തൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ ആ കുട്ടനാടുള്ള എന്തൊരു വള്ളംകളിയുണ്ട്, ആ വള്ളംകളിക്ക് പ്രാദേശികമായിട്ടുള്ളൊരു അവധിക്ക് ഒരു പരിഗണന ഉണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അത് നോക്കാം എന്ന് പറഞ്ഞ ശേഷം ഇരുന്നിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് കൊടുത്തത് തന്നെ ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് മൈക്ക് ഓഫാക്കാൻ മറന്നുപോവുകയും അങ്ങനെ പറയുകയും അത് നമ്മളെല്ലാവരും കേട്ടതുമാണ്. എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇത് പറഞ്ഞെന്നാണ് ആരോപണം എന്നാണ് പറയുന്നത്. ഇനി ആരോപണം എന്ന് പറയുന്ന ആ വീഡിയോ നമ്മൾ കേൾക്കണ്ടേ? ഒന്ന് കണ്ടോളൂ. ചരിത്ര പ്രസിദ്ധമായ മൂലം വള്ളംകളി അത് പരിഗണിച്ച് കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. കണ്ടില്ലേ, ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് കൃത്യമായിട്ടും VD സതീശൻ മേനോൻ പറഞ്ഞിരിക്കുന്നു. നമ്മളിത് മനസ്സിലാക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ തന്നെയുള്ള ആ ഒരു മന്ത്രിസഭയിൽ ഒരു അംഗമാണ്, പ്രതിപക്ഷത്തുള്ള ഒരാൾ പോലുമല്ല, അദ്ദേഹത്തിന് കോൺഗ്രസ്സിലുള്ള ഒരാളാണ് ഇത് ചോദിച്ചത്. അയാളോടൊടക്കം VD സതീശൻ മേനോന്റെ പെരുമാറ്റം അല്ലെങ്കിൽ ഉള്ളിലുള്ളൊരു മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന MLA മാരും മറ്റും എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും VD സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് നമ്മളൊക്കെ കാണേണ്ടത്. എനിക്ക് ഭയങ്കര തമാശയായിട്ടൊക്കെ തോന്നിപ്പോയി. കാരണം ഇദ്ദേഹത്തെ വിശ്വസിച്ചിട്ടാണല്ലോ സ്വന്തമുള്ള അണികളൊക്കെ നിൽക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് M ശിവപ്രസാദ് നമ്മുടെ DYFIയുടെ ഒക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്ന സംഗതി ഇങ്ങനെയാണ്. കുട്ടനാട്ടുകാരോടാണ് ആ പറഞ്ഞത്, ഒരു കാരണവശാലും കൊടുക്കില്ല. കുട്ടനാട്ടിൽ നിന്ന് UDF MLA ജയിപ്പിച്ചതിനുള്ള നന്ദി പ്രകടനമായി മാത്രം കണ്ടാൽ മതി എന്ന് ഇന്ന് ഇതിനെ പരിഹസിച്ചുകൊണ്ട് M ശിവപ്രസാദ് അടക്കമുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കണ്ടേ? ഒന്ന് കണ്ടോക്കാം. ഈ വള്ളംകളി നടക്കുന്ന ദിവസം, അതായത് 29/6/2026 കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി നൽകണമെന്ന ആവശ്യം വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. സർക്കാർ അത് പരിഗണിക്കാം എന്നാണ് എനിക്ക്. കണ്ടില്ലേ, ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ആരോടാണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയുന്നത്. എന്തുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിയോട് ഇതൊരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറയുന്നത്? ഈ മൂലം വള്ളംകളി എന്ന് പറയുന്നത് ഇനി ഇതൊരു ഹിന്ദുമതത്തിൻ്റെ മാത്രം ആഘോഷമാണെന്നോ ഇനി അതിനപ്പുറത്ത് അവിടെയുള്ള എല്ലാ ജനങ്ങളും നടത്തുന്ന ഒരു ആഘോഷമാണോ ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും മൂലം വള്ളംകളിയുണ്ട്. ഇത് കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് VD സതീശൻ എന്തെങ്കിലും ആഹ്ലാദം കിട്ടിയോ? ഇനി കുഞ്ഞാലിക്കുട്ടിക്ക് അത് കേട്ടപ്പോൾ കൊള്ളാം, അടിപൊളി എന്ന രീതിയിൽ കിട്ടിയോ? അതോ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ ഇങ്ങനെ കുത്തി നോവിക്കുന്നതിൽ എന്ത് ആഹ്ലാദമാണ് VD സതീശൻ മേനോൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കിട്ടുന്നതാണ്. എന്നാലും ഇത് ഇനിയിപ്പോൾ റജി ചെറിയാന് ഇതെങ്ങനെയൊക്കെ തേച്ച് മായച്ച് അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടില്ലേ വേണ്ടുള്ളൂ. റജി ചെറിയാൻ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. രാവിലെ മാധ്യമങ്ങളിൽ നിങ്ങളെല്ലാവരുമാണ് വിളിച്ചിട്ട് കേട്ടുന്നത് ഇങ്ങനെ പറഞ്ഞു. എന്താണ് അതിന്റെ യാഥാസ്ഥ്യം എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ MLA വിരോധമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതൊന്നും അല്ലെന്നേ ഞാൻ പറയും. അദ്ദേഹത്തിന് അതേ പറയുന്നില്ലേ, MLA ആർക്കും വിരോധമൊന്നുമില്ല, എന്നോടും ആർക്കും വിരോധമൊന്നുമില്ല. പിന്നെ എന്താണിത് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതൊരു തരത്തില് നന്നായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഇത് നന്നായി പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ UDFൽ തന്നെയുള്ള ഘടകകക്ഷികൾക്കും MLA മാർക്കും ഇദ്ദേഹത്തിനെ പിന്തുണച്ചവർക്കൊക്കെ ഇപ്പം ഏകദേശം ഇദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ മനസ്സിലായി. ഒരു തരത്തിലും പറയാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. ഇനിയിപ്പോൾ അത് രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും ഇത് പറയാൻ പാടില്ലാത്ത ഒന്നാണ്. പരിഗണിക്കാം എന്നാണ്.
ഒരു സിമ്പിൾ ഉദാഹരണം എടുക്കൂ. ഞാനോ നിങ്ങളോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ ഒരു പരാതിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വേദനയുമായിട്ട് അത് എഴുതി വെച്ച ഒരു വെളുത്ത കടലാസിൽ നമ്മൾ ഇദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. അദ്ദേഹം നമ്മളോട് പറയുന്നു പരിഗണിക്കാം, ചിരിച്ചുകൊണ്ട്. ഇപ്പൊ പറയുന്ന പൂക്കിച്ചിരി എന്നാണല്ലോ, ശരി, വളരെ ഭംഗിയായിട്ട് ചിരിക്കുന്ന ഒരാളാണ്, നല്ല ഗംഭീരമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു മനുഷ്യരാണ്, ഒരു സംശയമില്ല. വാക്കുകൾ പ്രയോഗിക്കാൻ ഇദ്ദേഹത്തെ കഴിഞ്ഞ് വേറെ ആളില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു സന്ദർഭത്തിൽ കേട്ടോ. എന്തായാലും വേറെ ആളുകൾ ഇല്ലാണ്ടല്ല, എങ്കിലും ഇങ്ങനെ ഗംഭീരമായിട്ട് സംസാരിക്കുന്ന ഇദ്ദേഹത്തിന് മുമ്പിൽ ഈ പരാതി കൊടുക്കുന്നു. അദ്ദേഹം നല്ല വെളുക്ക ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നു പരിഗണിക്കാം കേട്ടോ, ഗവൺമെൻറ്റുമായിട്ട് അന്വേഷിച്ചിട്ട് ഒന്ന് പരിഗണിക്കാം എന്ന് പറഞ്ഞ് നമ്മളാണ്ട് പോയ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇനി എന്തായിരിക്കും? ഒരു സംശയം വേണ്ട, തരൂല, പരിഗണിച്ച് തന്നെ, ഒരു കാരണവശാലും കൊടുക്കൂല, ഒരു കാരണവശാലും കൊടുക്കൂല, ഒരു കാരണവശാലും കൊടുക്കൂല എന്നല്ലേ ഇനി നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടാവുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? ഇത് ആർക്കും ഇങ്ങനെ തന്നെയാണ് ഇനി ഇത് എന്താ പറയുക അനുഭവവേദ്യമാവുക എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് എന്താണ്? അപ്പം എന്ത് വിശ്വാസ്യതയാണ്, എന്ത് ക്രെഡിബിലിറ്റിയാണ് VD സതീശ മേനോനുള്ളത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ മുമ്പിലേക്ക് പരാതി കൊടുക്കുമ്പോൾ ആ പരാതി എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ഇപ്പോൾ സ്വന്തം അംഗം തന്നെ പറഞ്ഞപ്പോൾ കൊടുക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മളോടൊക്കെ ഒരു കാര്യമില്ലാതെ അത് തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബാക്കി കേട്ടോ. ഈ ചരിത്ര പ്രസിദ്ധമായ മൂലം വള്ളംകളിക്ക് കുട്ടനാട് താലൂക്കിലെ ആളുകൾക്ക് അവിടെ പ്രാദേശിക അവധി വേണമെന്ന് പറയുന്നത് അത് എല്ലായ്പ്പോഴും നൽകുന്ന അവധിയാണ്, അത് അവരുടെ അവകാശമായിട്ട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതിൽ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന്റെ വാക്ക് അല്പസമയം കഴിഞ്ഞാൽ മാറ്റി പറഞ്ഞ രീതിയിലാണല്ലോ വീഡിയോ LDF പങ്കിട്ടത്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം വിശദാംശങ്ങൾ? അരുണിനെ ഇന്നലെ സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മറുപടിയാണ് ചർച്ചയാകുന്നത്. കുട്ടനാട് താലൂക്കിൽ ഉള്ള മൂലം വള്ളംകൾ 29-ാം തീയതിയാണ് നടക്കുന്നത്. ആ ദിവസം അവിടെ പ്രാദേശികമായി കുട്ടനാട് താലൂക്കിൽ അവധി നൽകണം എന്നുള്ളതായിരുന്നു കുട്ടനാട് MLA ആയിട്ടുള്ള റെജി ചെറിയാൻ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത്. അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. പ്രാദേശിക അവധികൾ പുതുതായി നൽകുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം ഇല്ല. പൊതുവെ എടുത്തിട്ടുള്ള ഒരു ധാരണ ഇനി അങ്ങനെ ഒരു പ്രാദേശികമായിട്ടോ പ്രത്യേകമായിട്ടോ അവധി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, കളക്ടർമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ മുൻകാലങ്ങളിൽ ഈ മൂലം വള്ളംകളിക്ക് കുട്ടനാട് താലൂക്കിൽ അവധി കൊടുക്കുന്ന പതിവ് ഇല്ല, അങ്ങനെ ഉൾപ്പെടുത്തി. ആയിക്കോട്ടെ, എന്തായാലും കുട്ടനാട് താലൂക്കിൽ ഇപ്പൊ അങ്ങനെ അവധി കൊടുക്കുന്ന പതിവൊന്നും ഇല്ല എന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തൊക്കെയായാലും നമ്മൾക്കത് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന KJ എന്താണ് ജനീഷ് കുമാർ എഴുതിയിരിക്കുന്നത്, ഇത്രയേ ഉള്ളൂ VD സതീശിന്റെ വിശ്വാസ്യത. സ്വന്തം അംഗത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം തയ്യാറാക്കിയ മറുപടി നൽകിയതിനു ശേഷം പിന്നീട് പുറത്തു വരുന്ന മനസ്സിലിരിപ്പ് എന്ന രീതിയിലൊക്കെ ആളുകളൊക്കെ ഇതിനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. 30 ദിവസം കഴിയുന്നേ ഉള്ളൂ, 1 മാസം കഴിയുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഇദ്ദേഹം എന്താണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. എന്ത് ധൈര്യത്തിലാണ് നമ്മളൊക്കെ എന്തെങ്കിലും പരാതി വേണ്ടി ഇദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുക? അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ബൈ.